മരിയൻ പ്രതിഷ്ഠാധ്യാനം 31 ദിവസം. ഈശോയിൽ ഏറ്റവും പ്രിയ സഹോദരി സഹോദരന്മാരെ, ക്രിസ്തുവിന് മറിയം വഴി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം പൂർണ്ണമായി സമർപ്പിക്കുന്നതിനുള്ള തൊട്ടടുത്ത ദിവസമായ ഇന്ന് ക്രിസ്തുവിന് നമ്മോടുള്ള അനന്തമായ സ്നേഹത്തെപ്പറ്റി നമുക്ക് ധ്യാനിക്കാം. മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം ദൈവത്തിൻ്റെ സ്നേഹം അറിയുകയാണ്. അപ്പോസ്തലനായ യോഹന്നാൻ തൻ്റെ 1-ാം ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ ഇപ്രകാരം അത് വെളിപ്പെടുത്തി: ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം നാം അറിയുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു. ദൈവം സ്നേഹമാണ്. അരൂപിയായ ദൈവത്തിൻ്റെ സ്നേഹം ശരീരിയായ മനുഷ്യന് അനുഭവിച്ചറിയ പ്രയാസമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 4:24 നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവം അരൂപിയാണ്. അതുതന്നെ ശരീരിയായ മനുഷ്യന് ദൈവത്തിൻ്റെ സ്നേഹാനുഭവം ഏറെ പ്രയാസകരമായ ഒന്നായി തീരുകയാണ്. അത് പരിഹരിക്കാനാണ് ദൈവം മനുഷ്യനായി തീർന്ന് നമ്മോടൊപ്പം വന്ന് പാർത്തത്. ദൈവത്തിൻ്റെ മനുഷ്യാവതാരമായ യേശുവിലൂടെ ദൈവസ്നേഹാനുഭവം സാധ്യമായി, എളുപ്പമായി. ഇക്കാര്യം യോഹന്നാൻ തൻ്റെ 1-ാം ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തി: തൻ്റെ ഏകജാതനായ പുത്രൻ വഴി നാം ജീവിക്കേണ്ടതിന് ദൈവം അവനെ ലോകത്തിലേക്ക് അയച്ചു. അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഇടയിൽ വെളിപ്പെട്ടിരിക്കുന്നു. എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു എന്ന യേശുവിൻ്റെ പ്രസ്താവന ദൈവസ്നേഹമാണെന്ന സത്യം യേശുവാണ് വെളിവാക്കുന്നത് എന്ന് വ്യക്തമാക്കുകയാണ്. ആദ്യ ശിഷ്യന്മാർ അവരുടെ ദൈവസ്നേഹാനുഭവം യോഹന്നാൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൽ 1 മുതൽ 4 വരെ വാക്യത്തിൽ പറയുന്നത്: അവർ നേരിട്ട് കണ്ടും കേട്ടും സ്പർശിച്ചറിഞ്ഞും, യേശുവിനെ നേരിട്ട് കണ്ടും കേട്ടും സ്പർശിച്ചറിഞ്ഞും ദൈവസ്നേഹമാണ് തിരിച്ചറിഞ്ഞുവെന്നാണ്. യേശുവിൻ്റെ ജീവിതവും പീഡാസഹനവും കുരിശുമരണവും ഉച്ചൈസ്തരം ഉദ്ഘോഷിക്കുന്നത് ദൈവം സ്നേഹമാണ് എന്ന സത്യമാണ്. യേശുവിൻ്റെ ജീവിതം വിശകലനം ചെയ്താൽ അവിടുത്തെ എല്ലാ വാക്കും പ്രവൃത്തികളും, അവിടുത്തെ ഓരോ ചലനവും മനുഷ്യവർഗത്തോടുള്ള സ്നേഹത്തിൻ്റെ തീവ്രമായ പ്രകാശനമാണെന്ന് നമുക്ക് ധ്യാനിച്ചെടുക്കാൻ സാധിക്കും. വിശ്വാസപ്രമാണത്തിൽ നാം ഏറ്റുപറയുന്ന പോലെ നമുക്കും നമ്മുടെ രക്ഷയ്ക്കും വേണ്ടി അവൻ സ്വർഗം വിട്ടിറങ്ങി. പ്രഗാധമായ സ്നേഹമാണ് അതിൽ ഉൾക്കൊണ്ടിരിക്കുന്നത്. നമുക്കും നമ്മുടെ രക്ഷയ്ക്കും വേണ്ടി സ്വർഗീയ മഹത്വം വെടിഞ്ഞ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി ഭൂമിയിലേക്ക് പോന്നു. നമുക്കും നമ്മുടെ രക്ഷയ്ക്കും വേണ്ടി മാലാഖമാരേക്കാൾ താഴ്ന്ന മനുഷ്യൻ്റെ അസ്തിത്വം അവൻ സ്വീകരിച്ചു. നമുക്കും നമ്മുടെ രക്ഷയ്ക്കും വേണ്ടി കാലിത്തൊഴുത്തിൽ പിറന്നു വീഴാൻ സന്നദ്ധനായി. നമുക്കും നമ്മുടെ രക്ഷയ്ക്കും വേണ്ടി ശൈശവത്തിൽ നാട് കടത്തപ്പെട്ടു. നമുക്ക് നമ്മുടെ രക്ഷയ്ക്കും വേണ്ടി കുഞ്ഞായിരിക്കുമ്പോൾ പരദേശിയായി ഒളിവിൽ പാർത്തു. നമുക്ക് നമ്മുടെ രക്ഷയ്ക്കും വേണ്ടി മനുഷ്യരായ മാതാപിതാക്കൾക്ക് വിധേയനായി ജീവിച്ചു. നമുക്കും നമ്മുടെ രക്ഷയ്ക്കും വേണ്ടി മരപ്പണിക്കാരനായി കൂലിവേല എടുത്തു കഴിഞ്ഞു. നമുക്ക് നമ്മുടെ രക്ഷയ്ക്കും വേണ്ടി അലഞ്ഞു തിരിഞ്ഞ് ദൈവരാജ്യം പ്രഘോഷിക്കുന്നവനായി തീർന്നു. പാപികൾക്ക് മോചനവും രോഗികൾക്ക് സൗഖ്യവും പിശാച് ബാധിതർക്ക് വിടുതലും
നൽകാൻ യേശുവിനെ ആവേശം കൊള്ളിച്ചത് അവിടുത്തെ കരുണാർദ്രമായ സ്നേഹമല്ലേ? അവസാനം സ്വമനസ സ്വന്തം ജീവൻ കുരിശ് ബലിയാക്കുവാൻ യേശു സന്നദ്ധനായത് അവിടുത്തെ സ്നേഹത്തിൻ്റെ ഏറ്റവും ഉയർന്ന പ്രകാശനം. മുക്കുവരെയും ചുങ്കക്കാരെയും ശിഷ്യഗണത്തിലേക്ക് ചേർക്കുന്നവൻ, വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ കല്ലെറിഞ്ഞ് കൊല്ലാൻ കൊണ്ടുപോകവേ ഇടപെട്ട് രക്ഷിക്കുന്നവൻ, ലിഗിയോൻ ബാധിച്ച് പിശാചിനെപ്പോലെ ആയ മനുഷ്യനെ സുബോധമുള്ള മനുഷ്യനാക്കി മാറ്റുന്നവൻ, കുഷ്ഠരോഗികളെ സ്നേഹത്തോടെ സ്പർശിച്ച് സുഖപ്പെടുത്തുന്നവൻ, ഒറ്റിക്കൊടുത്ത് കുരിശിലേറ്റുന്നവനെ സ്നേഹിത എന്ന് വിളിച്ചവൻ, പാപിനിയായ മഗ്ദലനായ മരിയിൽ നിന്ന് 7 പിശാചുക്കൾ ഒഴിവാക്കി അവളെ വിശുദ്ധയാക്കി ഉയർത്തിയവൻ, ശിഷ്യന്മാരുടെ കാല് കഴുകിയവൻ. യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ ചരിത്രം അവർണ്ണനീയം. അവസാനം ശിഷ്യരോട് പറയാൻ വാക്കുകൾ എത്രയോ സ്നേഹത്താൽ നിറഞ്ഞതായിരുന്നു. യോഹന്നാൻ 14:18 ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. യോഹന്നാൻ 15:9 പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. യോഹന്നാൻ 15:15 ഞാൻ നിങ്ങളെ ദാസന്മാരെന്ന് വിളിക്കുകയില്ല, ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിച്ചു. എന്തെന്നാൽ എൻ്റെ പിതാവിൽ നിന്ന് കേട്ടവയെല്ലാം ഞാൻ നിങ്ങളെ അറിയിച്ചു. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. യേശുക്രിസ്തുവിൻ്റെ അളവില്ലാത്ത അനന്തവും വിസ്മരണീയമായ സ്നേഹം ധ്യാനിക്കാൻ ജീവിതം മുഴുവനും ചെലവഴിച്ചാലും അധികമാവുകയില്ല. സകല വിശുദ്ധരുടെയും ജീവിതം പൊതുവായൊരു കാര്യത്തിൽ കേന്ദ്രീകരിക്കപ്പെടുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ആഴവും ഉയരവും അനുഭവിച്ചതാണ് പാപികൾ വിശുദ്ധരായതിൻ്റെ രഹസ്യം. പൗലോസ് അപ്പോസ്തലൻ എഫെസസ് ലേഖനത്തിൽ പ്രത്യേകമായി പറയുന്നുണ്ട്, എല്ലാ വിശുദ്ധരുടെയും ഒപ്പം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ആഴവും ഉയരവും നിങ്ങൾക്ക് ഗ്രഹിക്കുവാനിടയാകട്ടെ. യേശുക്രിസ്തുവിന് ജീവിതം പൂർണ്ണമായും നാം സമർപ്പിക്കുന്നത് അവിടുത്തോടുള്ള തീവ്രമായ സ്നേഹത്തിൽ നിന്ന് ഉടലെടുക്കുന്ന യഥാർത്ഥ ഭക്തി മൂലമാണ്. ഈ ആമുഖ ചിന്തകൾ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വിചിന്തനത്തിലേക്ക് പ്രവേശിക്കാം. വിചിന്തനം: ക്രൂശിതൻ്റെ അനന്ത സ്നേഹം. യേശു ശിഷ്യരോട് അരുളി ചെയ്തു, പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു, നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. മരിയൻ പ്രതിഷ്ഠ യേശുവിൻ്റെ സ്നേഹത്തിനുള്ള പ്രത്യുത്തരമായതിനാൽ പ്രതിഷ്ഠയുടെ സമയമടുത്തു വരുന്ന ഈ സമയത്ത് യേശുവിൻ്റെ സ്നേഹത്തെ കൂടുതൽ നാം ധ്യാനിക്കണം. വിശുദ്ധ മദർ തെരേസായുടെ വാക്കുകൾ: എനിക്ക് ദാഹിക്കുന്നു എന്ന ക്രൂശിതൻ്റെ നിലവിളി ഏറ്റവും ശക്തമായി വിശുദ്ധ മദർ തെരേസായുടെ ഹൃദയത്തിൽ പ്രതിധ്വനിച്ചത് 1946 സെപ്റ്റംബർ 10 എന്നാൽ മദർ ഇതേപ്പറ്റി മൗനം ഭജിച്ചു. വർഷങ്ങൾക്ക് ശേഷം 1993 മാർച്ച് 25 വിശുദ്ധ ജോൺ പോൾ II പാപ്പ എനിക്ക് ദാഹിക്കുന്നു എന്നതിന്മേൽ ഒരു നോമ്പുകാല സന്ദേശം എഴുതി. ആ സന്ദേശം ചാരം കൊണ്ട് മൂടിക്കിടന്ന തീക്കനൽ കാറ്റിൽപ്പെട്ട് വീണ്ടും ശക്തമായി ജ്വലിക്കുന്നത് പോലെ ഒരു അനുഭവം മദറിൽ ഉളവാക്കി. മദർ തൻ്റെ സന്യാസ സഭയിലെ എല്ലാ മിഷണറിമാർക്കും അതിൽ നിന്ന് കിട്ടിയ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഇപ്രകാരം എഴുതി: പരിശുദ്ധ പിതാവിൻ്റെ സന്ദേശം വർണ്ണിക്കാനാവാത്ത വിധം ശക്തമായി എന്നെ സ്പർശിച്ചു. നമ്മുടെ ദൈവവിളി എത്ര സുന്ദരമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എല്ലാവരും മറക്കുന്ന ക്രൂശിതൻ്റെ നിലവിളിയെ പറ്റി
നാം ലോകത്തെ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളിൽ പലരും യേശുവിനെ നേർക്കുനേർ കണ്ടിട്ടില്ല എന്നത് എന്നെ ദുഃഖിപ്പിക്കുന്നു. എത്രമാത്രം സ്നേഹവായ്പോടെയാണ് ക്രൂശിതൻ നിങ്ങളെ നോക്കുന്നതെന്ന് നിങ്ങളുടെ ആത്മാവിൻ്റെ ദൃഷ്ടിയിലൂടെ നിങ്ങൾ കാണുന്നുണ്ടോ? മദർ തെരേസ തുടർന്നു, യേശു നിങ്ങൾക്കായി കാത്തിരിക്കുന്നു, നിങ്ങൾക്കായി ദാഹിക്കുന്നു. അവിടുന്ന് നിങ്ങളെ എപ്പോഴും സ്നേഹിക്കുന്നു. അവിടുത്തെ സ്നേഹത്തിന് അർഹരല്ലെന്ന് നിങ്ങൾ സ്വയം ചിന്തിക്കുമ്പോൾ പോലും നാം പലപ്പോഴും മറ്റുള്ളവരാൽ തിരസ്കരിക്കപ്പെടുന്നു, അല്ലെങ്കിൽ സ്വയം തിരസ്കരിക്കുന്നു. നിങ്ങളെ എന്നും സ്വീകരിക്കുന്ന ഒരേ ഒരു വ്യക്തി യേശുവാണ്. എൻ്റെ മക്കളെ, യേശു നിങ്ങളെ സ്നേഹിക്കുന്നതിനായി നിങ്ങൾ വ്യത്യസ്തരാകണമെന്നില്ല. വിശ്വസിക്കൂ, നിങ്ങൾ യേശുവിന് വിലപ്പെട്ടവരാണ്. നിങ്ങളുടെ സകല വേദനകളും അവിടുത്തെ പാദങ്ങളിൽ അർപ്പിക്കുക. തുറന്ന ഹൃദയത്തോടെ ആയിരിക്കുന്ന അവസ്ഥയിൽ എനിക്ക് ദാഹിക്കുന്നു എന്നത് ഒരു ഭൂതകാല മൊഴി മാത്രമല്ല, ഇന്നിൻ്റേതുമാണ്. ഇന്ന് ഇവിടെ നിങ്ങളോട് പറയപ്പെടുന്ന ജീവസുറ്റ വചസ്സാണ് എനിക്ക് ദാഹിക്കുന്നു എന്നത്. ഈ വാക്യം ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ ആഴമേറിയതും ശക്തവുമാണ്. വിശുദ്ധ മദർ തെരേസ പറയുന്നു, പരിശുദ്ധ മറിയം ശിഷ്യനായ യോഹന്നാനോടും ഭക്തയായ മഗ്ദലേന മേരിയോടുമൊപ്പം ആദ്യമായി ക്രൂശിതൻ്റെ രോദനം കേട്ടു എനിക്ക് ദാഹിക്കുന്നു. അമ്മ കാൽവരി മുകളിൽ ഉണ്ടായിരുന്നത് കൊണ്ട് യേശു നമ്മെയും എത്രമാത്രം സ്നേഹിക്കുന്നെന്നറിഞ്ഞു. നമ്മെയും നമ്മെ സ്നേഹിക്കുന്ന ക്രൂശിതനായ യേശുവിനെയും പരസ്പരം ബന്ധിപ്പിക്കുന്നത് അമ്മയുടെ ഒരു ദൗത്യമാണ്. യേശുവിൻ്റെ ദാഹം എങ്ങനെ ശമിപ്പിക്കാം? പശ്ചാത്തപിക്കൂ, വിശ്വസിക്കൂ, യേശു പറയുന്നു. എന്തിനായി പശ്ചാത്തപിക്കണം? നമ്മുടെ ഹൃദയകാഠിന്യത്തെ പ്രതി മനസ്തപിക്കേണ്ടിയിരിക്കുന്നു. നാം എന്ത് വിശ്വസിക്കണം? നമ്മുടെ ഹൃദയങ്ങളിലും സാധു മനുഷ്യരിലും യേശു ഇന്നും ദാഹിക്കുന്നുവെന്ന്. യേശു നിങ്ങളുടെ ബലഹീനതകൾ അറിയുന്നവനാണ്. നിങ്ങളുടെ സ്നേഹം മാത്രം കാക്ഷിക്കുന്നവനാണ്. നിങ്ങളെ സ്നേഹിക്കാൻ ഒരവസരത്തിന് വേണ്ടി കാത്തിരിക്കുന്നവനാണ്. അവിടുന്ന് സമയബന്ധിതനേ അല്ല. എനിക്ക് ദാഹിക്കുന്നു എന്നതിൻ്റെ അർത്ഥവ്യാപ്തി. എനിക്ക് ദാഹിക്കുന്നു എന്ന യേശുവിൻ്റെ വാക്കുകൾ ഞാൻ സ്നേഹിക്കുന്നുവെന്ന് പറയുന്നതിനേക്കാൾ ശക്തമാണ് എന്ന വിശുദ്ധ മദർ തെരേസയുടെ വ്യാഖ്യാനം നമുക്ക് ധ്യാന വിഷയമാക്കേണ്ടതുണ്ട്. യേശുവിന് എന്നോടുള്ള അവർണ്ണനീയമായ സ്നേഹം അറിയുകയാണ് എൻ്റെ ജീവിതത്തിന് ഏറ്റവും ആവശ്യം. മറ്റപ്പസ്തോലന്മാരെല്ലാം പീഡാനുഭവ വേളയിൽ യേശുവിനെ ഉപേക്ഷിച്ചു പോയപ്പോൾ അവസാനം വരെ യേശുവിനോടൊപ്പം നിൽക്കാനും അവിടുത്തെ ദുഃഖാനുഭവങ്ങളിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാനും സാധിച്ച ശിഷ്യൻ യോഹന്നാൻ മാത്രമാണെന്ന വസ്തുത ഏറെ ചിന്തനീയമാണ്. അന്ത്യത്താഴത്തിൽ യേശുവിൻ്റെ വക്ഷത്തിലേക്ക് ചാരിക്കിടന്ന് അവിടുത്തെ ഹൃദയത്തിൽ നിന്ന് സ്നേഹം ഒപ്പിയെടുത്തതാണ് അതിൻ്റെ കാരണം. ആ ദൈവസ്നേഹാനുഭവം അത്ര തീവ്രമായിരുന്നു, ജീവിതകാലം മുഴുവൻ നിലനിന്നു. അതിനാൽ അദ്ദേഹം തൻ്റെ ജീവിത അന്ത്യത്തിലും ആഴമേറിയ ബോധ്യത്തോടെ ഇപ്രകാരം എഴുതി, ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം നാം അറിയുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു. ദൈവം സ്നേഹമാണ്. എനിക്ക് വേണ്ടി യേശു ദാഹിക്കുന്നു എന്നത് അവിശ്വസനീയമായി തോന്നാം, എന്നാൽ അതാണ് വാസ്തവം. എൻ്റെ പാപാവസ്ഥയും ദൗർബല്യങ്ങളും വീഴ്ചകളുമാണ് ഒരുപക്ഷെ മറിച്ച് ചിന്തിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. എന്നാൽ എൻ്റെ ഈ കുറവുകൾ തന്നെയാണ് അവിടുത്തെ എന്നിലേക്ക് ആകർഷിക്കുന്നത്.
രോഗികൾക്കാണ് വൈദ്യനെ ആവശ്യം എന്ന് അവിടുന്ന് തന്നെ പറഞ്ഞല്ലോ. മനുഷ്യപുത്രൻ വന്നത് നഷ്ടപ്പെട്ടു പോയതിനെ അന്വേഷിക്കാനും രക്ഷിക്കാനുമാണ് എന്ന യേശുവിൻ്റെ വചനം അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിൽ ഇത് വ്യക്തമാക്കുന്നു. അതെ, മറ്റാരെക്കാളും വലിയ പാപി ഞാനായതിനാലാണ് എനിക്ക് വേണ്ടി യേശു കൂടുതൽ ദാഹിക്കുന്നത്. വലിയ പാപികൾക്ക് വേണ്ടിയാണ് യേശു കൂടുതൽ ദാഹിക്കുന്നത്. 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നവളും അതിനുശേഷം അവിഹിത ബന്ധത്തിൽ കഴിഞ്ഞിരുന്നവളുമായിരുന്ന സമരിയാക്കാരിക്ക് വേണ്ടിയല്ലേ ഭക്ഷണം പോലും ഉപേക്ഷിച്ച് നട്ടുച്ച നേരത്തെ വെയിലും കൊണ്ട് യാക്കോബിൻ്റെ കിണറ്റിൻകരയിൽ യേശു ദാഹാർത്തനായി കാത്തിരുന്നത്? ആ സ്ത്രീയോട് എനിക്ക് കുടിക്കാൻ തരിക എന്ന് പറഞ്ഞ യേശു അവളിൽ നിന്ന് വെള്ളം വാങ്ങി കുടിച്ചതായി സുവിശേഷത്തിൽ പറയുന്നില്ല. എനിക്ക് കുടിക്കാൻ തരിക എന്ന് യേശു പറഞ്ഞതിൻ്റെ യഥാർത്ഥ അർത്ഥം അവിടത്തേക്ക് ദാഹിക്കുന്നു എന്നായിരുന്നു. പാപിനിയായ ആ സ്ത്രീയുടെ രക്ഷയ്ക്ക് വേണ്ടി അവിടുന്ന് ദാഹിക്കുന്നു എന്നാണ് അവിടുന്ന് പറഞ്ഞത്. അതായത് പാപിനിയായ അവളെ ഈശോനാഥൻ അത്യധികമായി സ്നേഹിക്കുന്നുവെന്ന്. യേശുവിൻ്റെ പ്രീതി നേടാൻ പാപത്തിൽ ജീവിക്കണമെന്നല്ല ഇതിൻ്റെ അർത്ഥം. പ്രസ്തുത പാപത്തെപ്പറ്റി സുബോധമുള്ളവരാകുകയും അനുദപിക്കുകയും ദൈവത്തിലേക്ക് തിരിഞ്ഞ് രക്ഷ തേടുകയും വേണം. അനുദപിക്കാത്ത നീതിമാനേക്കാൾ അനുദപിക്കുന്ന പാപിക്കാണ് രക്ഷ പ്രാപിക്കാൻ എളുപ്പം. യേശുവിന് എന്നോടുള്ള സ്നേഹം ഞാൻ പ്രതീക്ഷിക്കുന്നതിനേക്കാളെല്ലാം പരകോടി അധികമാണ്. എൻ്റെ ബുദ്ധി പറഞ്ഞു തരുന്ന ന്യായവാദങ്ങൾക്കപ്പുറത്താണ് അവിടുത്തെ എന്നെ സ്നേഹിക്കുന്നത്. ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം നാം അറിയുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്ന ദൈവസ്നേഹമാണ്. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിലും ദൈവം അവനിലും വസിക്കുന്നു എന്ന് എന്നോട് തന്നെ ഏറ്റുപറയുകയാണ് ഇപ്പോൾ വേണ്ടത്. അതെ, ഞാൻ വിശ്വസിക്കണം, യേശു എന്നെ സ്നേഹിക്കുന്നു, അവിടുന്ന് എനിക്ക് വേണ്ടി ദാഹിക്കുന്നുവെന്ന്. യേശുവിൻ്റെ സ്നേഹം മരിയൻസ് പ്രതിഷ്ഠയ്ക്ക് ഉത്തേജനം. അവിശ്വസനീയമായ യേശു സ്നേഹത്തിൻ്റെ മുമ്പിൽ ജീവിതം പൂർണ്ണമായി സമർപ്പിക്കുക മാത്രമാണ് പോംവഴി. എൻ്റെ സകല പാപവും ക്ഷമിച്ച് എൻ്റെ എല്ലാ കുറവുകളും കണ്ടില്ലെന്ന് വെച്ച് എനിക്ക് വേണ്ടി ദാഹിക്കുന്ന യേശുവിന് എന്നെ എങ്ങനെ നൽകാതിരിക്കും? സമ്പൂർണ്ണ മരിയൻ സമർപ്പണത്തിന് ഏറ്റവും അടുത്തെത്തിയിരിക്കുന്ന ഈ സമയത്ത് എടുക്കേണ്ട ഒരു ഉറച്ച തീരുമാനമാണ് യേശുവിനെ അഗാധമായി സ്നേഹിക്കുക എന്നത്. പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു, നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ എന്ന അവിടുത്തെ വാക്കുകൾ നമ്മുടെ ഹൃദയത്തിൽ നിറയട്ടെ. എനിക്ക് ദാഹിക്കുന്നുവെന്ന് ഈശോ നമ്മോട് ഓരോരുത്തരും പറയുന്ന തിരുമൊഴി കേട്ട് നമ്മുടെ ഹൃദയം ഉരുകട്ടെ. വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ട് യഥാർത്ഥ മരിയഭക്തി 67 ഖണ്ഡികയിലൂടെ പഠിപ്പിക്കുന്നു. യേശുനാഥ, ഞാൻ അങ്ങയെ ഗാഢമായി സ്നേഹിക്കട്ടെ. അങ്ങനെ അങ്ങയുടെ കരുണയാൽ ഞാൻ ഒരു യഥാർത്ഥ മരിയഭക്തനാകുന്നതിനും ദൈവമാതൃഭക്തി ലോകമെങ്ങും പ്രചരിപ്പിക്കുന്നതിനും എന്നെ അനുഗ്രഹിച്ചാലും. ക്രിസ്തുവേ, അങ്ങ് എൻ്റെ പരിശുദ്ധ താതനത്രേ. അങ്ങ് എൻ്റെ ദയാർദ്രനായ ദൈവമാകുന്നു. എൻ്റെ രാജാതിരാജനും നല്ല ഇടയനും ഏകനാഥനും നല്ല ഉപകാരിയുമാണ് അവിടുന്ന്. സൗന്ദര്യമൂർത്തേ, സ്നേഹഭാജനമേ, ജീവിക്കുന്ന അപ്പമേ, അങ്ങെൻ്റെ നിത്യപുരോഹിതനാണ്. മാതൃരാജ്യത്തിലേക്ക് എന്നെ നയിക്കുന്നവനെ, അങ്ങ് സത്യപ്രകാശമാകുന്നു. പരിശുദ്ധമായ മാധുര്യമേ, നേരായ മാർഗമേ, ഉത്കൃഷ്ട ജ്ഞാനമേ, നിഷ്കളങ്ക ലാളിത്യമേ, ശാന്തലയനമേ, സമഗ്ര വിമോചക, അങ്ങ് ആകുന്നു എൻ്റെ ഓഹരിയും നിത്യരക്ഷയും. യേശുക്രിസ്തുവേ, എൻ്റെ സ്നേഹനാഥ, ഞാൻ അങ്ങയെ ഒഴിച്ച് മറ്റുള്ളവയെ സ്നേഹിച്ചതെന്തിന്?
ഞാൻ അങ്ങയെ മാറ്റി നിർത്തി മറ്റുള്ളവയെ ആഗ്രഹിച്ചത് എന്തിന്? ഞാൻ അങ്ങയുടെ മനസ്സിൽ അങ്ങയോട് കൂടെ അല്ലാതിരുന്നപ്പോൾ ഞാൻ എവിടെയായിരുന്നു? ഇപ്പോൾ മുതൽ എൻ്റെ ആഗ്രഹങ്ങളെ നിങ്ങൾ ഊഷ്മളമാകൂ, ഉരുകി യേശുവിലേക്കൊഴുകൂ, കുതിച്ചു പായൂ, മന്ദഗമനം അവസാനിപ്പിക്കൂ, ലക്ഷ്യത്തിലേക്ക് സത്വരം ഗമിക്കൂ. ആരായുന്നവനെ ഉത്സാഹപൂർവ്വം തേടൂ. ഓ യേശുവേ, അങ്ങയെ സ്നേഹിക്കാത്തവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. അങ്ങയെ സ്നേഹിക്കാത്തവൻ ദുഃഖം കൊണ്ട് നിറയട്ടെ. ഓ സ്നേഹ ഈശോ, അങ്ങയുടെ സ്തുതിക്ക് ഉപയുക്തമാം വിധം എൻ്റെ ശ്രേഷ്ഠ വികാരങ്ങൾ അങ്ങയെ സ്നേഹിക്കട്ടെ, അങ്ങിൽ ആനന്ദിക്കട്ടെ, അങ്ങിൽ വിസ്മയം കൊള്ളട്ടെ. ഓ എൻ്റെ ഹൃദയനാഥ, എൻ്റെ ഓഹരിയെ എൻ്റെ ഹൃദയം സ്തംഭിച്ചെങ്കിൽ അങ്ങ് മാത്രം എൻ്റെ ജീവനാകട്ടെ. എൻ്റെ ആത്മാവിനെ അങ്ങയുടെ സ്നേഹത്തിൻ്റെ കനൽക്കട്ട ഊഷ്മളമാക്കട്ടെ. അത് എൻ്റെ അന്തരാത്മാവിൽ കത്തി ഒരു വലിയ അഗ്നികുണ്ഡമായി മാറിയിരുന്നെങ്കിൽ അതെൻ്റെ ഹൃദയമാകുന്ന അൾത്താരയിൽ നിരന്തരം കത്തിച്ചൊലിക്കട്ടെ. അപ്പോൾ എൻ്റെ ആത്മാവിൻ്റെ ഇരുളടഞ്ഞ തലങ്ങളെല്ലാം അത് പ്രകാശിപ്പിക്കും. അങ്ങനെ ഞാൻ മരണമടയുമ്പോൾ അങ്ങിൽ ഒന്നായി ഭവിക്കട്ടെ. ആമേൻ. ബൈബിൾ വായന. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. ഇതിനുശേഷം യേശു തിബേരിയാസ് കടൽ തീരത്ത് വച്ച് ശിഷ്യന്മാർക്ക് വീണ്ടും തന്നെ വെളിപ്പെടുത്തി. അവൻ വെളിപ്പെടുത്തിയത് ഇപ്രകാരമാണ്. ശിമയോൻ പത്രോസ്, ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്ന തോമസ്, ഗലീലിലെ കാനായിൽ നിന്നുള്ള നഥാനയേൽ, സെബദിയുടെ പുത്രന്മാർ എന്നിവരും വേറെ 2 ശിഷ്യന്മാരും ഒരുമിച്ചിരിക്കുകയായിരുന്നു. ശിമയോൻ പത്രോസ് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോകുകയാണ്. അവർ പറഞ്ഞു, ഞങ്ങളും നിന്നോടുകൂടെ വരുന്നു. അവർ പോയി വള്ളത്തിൽ കയറി. എന്നാൽ ആ രാത്രിയിൽ അവർക്ക് ഒന്നും കിട്ടിയില്ല. ഉഷസ്സായപ്പോൾ യേശു കടൽക്കരയിൽ വന്ന് നിന്നു. എന്നാൽ അത് യേശുവാണെന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. യേശു അവരോട് ചോദിച്ചു, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ അടുക്കൽ മീൻ വല്ലതുമുണ്ടോ? ഇല്ല എന്നവർ ഉത്തരം പറഞ്ഞു. അവൻ പറഞ്ഞു, വള്ളത്തിൻ്റെ വലതുവശത്ത് വലയിടുക, അപ്പോൾ നിങ്ങൾക്ക് കിട്ടും. അവർ വലയിട്ടു. അപ്പോൾ വലയിൽ അകപ്പെട്ട മത്സ്യത്തിൻ്റെ ആധിക്യം നിമിത്തം അത് വലിച്ചു കയറ്റാൻ അവർക്ക് കഴിഞ്ഞില്ല. യേശു സ്നേഹിച്ചിരുന്ന ആ ശിഷ്യൻ പത്രോസിനോട് പറഞ്ഞു, അത് കർത്താവാണ്. അത് കർത്താവാണെന്ന് കേട്ടപ്പോൾ ശിമയോൻ പത്രോസ് താൻ നഗ്നനായിരുന്നത് കൊണ്ട് പുറംകുപ്പായി എടുത്ത് ധരിച്ച് കടലിലേക്ക് ചാടി. എന്നാൽ മറ്റ് ശിഷ്യന്മാർ മീൻ നിറഞ്ഞ വലയും വലിച്ചുകൊണ്ട് വള്ളത്തിൽ തന്നെ വന്നു. അവർ കരയിൽ നിന്ന് ഏകദേശം 200 മുഴത്തിലധികം അകലെയല്ലായിരുന്നു. കരയ്ക്കിറങ്ങിയപ്പോൾ തീ കൂട്ടിയിരിക്കുന്നതും അതിൽ മീൻ വച്ചിരിക്കുന്നതും അപ്പവും അവർ കണ്ടു. യേശു പറഞ്ഞു, നിങ്ങളിപ്പോൾ പിടിച്ച മത്സ്യത്തിൽ കുറെ കൊണ്ടുവരുവിൻ. ഉടനെ ശിമയോൻ പത്രോസ് വള്ളത്തിൽ കയറി വലിയ മത്സ്യങ്ങൾ കൊണ്ടു നിറഞ്ഞ വല വലിച്ച് കരയ്ക്ക് കയറ്റി. അതിൽ 153 മത്സ്യങ്ങളുണ്ടായിരുന്നു. ഇത്രയധികം ഉണ്ടായിരുന്നിട്ടും വല കീറിയില്ല. യേശു പറഞ്ഞു, വന്ന് പ്രാതൽ കഴിക്കുവിൻ. ശിഷ്യന്മാരിൽ ആരും അവനോട് നീ ആരാണ് എന്ന് ചോദിക്കാൻ മുതിർന്നില്ല. അത് കർത്താവാണെന്ന് അവർ അറിഞ്ഞിരുന്നു. യേശു വന്ന് അപ്പമെടുത്ത് അവർക്ക് കൊടുത്തു. അതുപോലെ തന്നെ മത്സ്യവും. യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ട ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നത് ഇത് 3-ാം പ്രാവശ്യമാണ്. പ്രാർത്ഥന. എനിക്ക് ദാഹിക്കുന്നു എന്നരുളി ചെയ്തതിലൂടെ എന്നെ അത്യധികമായി സ്നേഹിക്കുന്നുവെന്ന് വെളിപ്പെടുത്തിയ യേശുനാഥ, നിനക്ക് എന്നോടുള്ള സ്നേഹാധിക്യം എന്നെ ബോധ്യപ്പെടുത്തണമേ.
എൻ്റെ ബുദ്ധിക്കും യുക്തിക്കും അതീതമായി നിൻ്റെ സ്നേഹത്തിൽ വിശ്വസിക്കുവാൻ എനിക്ക് കൃപയാകണമേ. എനിക്കായി നീ ദാഹിക്കുന്നുവെന്ന വസ്തുത എൻ്റെ ഹൃദയത്തെ മഥിക്കട്ടെ, എൻ്റെ പ്രത്യാശ വർദ്ധിപ്പിക്കട്ടെ, എന്നിൽ ആനന്ദത്തിൻ്റെ തിരമാലകൾ ഉയർത്തട്ടെ. എൻ്റെ ബലഹീനതകളുടെയും കുറവുകളുടെയും കുറ്റബോധത്തിൽ നിന്ന് നിൻ്റെ സ്നേഹം എന്നെ പിടിച്ചുയർത്തട്ടെ. നിനക്ക് വേണ്ടി സമാനമായ ഒരു ദാഹം എനിക്ക് നൽകണമേ നാഥ. സ്വജീവനേക്കാൾ ഉപരി എന്നെ സ്നേഹിച്ച യേശുവേ, എല്ലാവരെക്കാളും ഉപരിയായി, എല്ലാറ്റിനേക്കാൾ ഉപരിയായി, എൻ്റെ ജീവനേക്കാൾ പോലുപരിയായി നിന്നെ സ്നേഹിക്കാൻ നാഥ എന്നെ സഹായിക്കുക. പരിശുദ്ധ മറിയമേ, യേശുവിനായുള്ള നിൻ്റെ ദാഹത്തിൽ കുറേയെങ്കിലും എനിക്കും തരിക. ആമേൻ. സൽകൃത്യം. നിരാലംബനായ ഒരു വ്യക്തിക്ക് ഉദാരമായ ഒരു സഹായം നൽകുക. പ്രാർത്ഥനകൾ. പരിശുദ്ധാത്മാവിനോടുള്ള ലുത്തീനിയ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പിതാവിന്റെയും പുത്രന്റെയും ജീവനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പിതാവിനും പുത്രനും സമനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പിതാവിന്റെയും പുത്രന്റെയും സ്നേഹമായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സർവശക്തനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ജീവദാതാവായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സ്നേഹദാതാവായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ശക്തിദാതാവായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സഹായകനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സർവ നന്മ സ്വരൂപിയായിരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. കരുണയാകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. നീതിയുടെ ഉറവിടമാകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ഭയമകറ്റുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പ്രത്യാശ നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ജ്ഞാനം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ബുദ്ധി നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. അറിവ് നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. വിവേകം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ആലോചന നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ദൈവഭക്തി നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ദൈവഭയം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ആത്മശക്തി നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സ്നേഹമാകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ശാന്തി നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ആനന്ദമാകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ക്ഷമ നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ദയ നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. നന്മ നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സൗമ്യശീലം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ബ്രഹ്മചര്യം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. അനുസരണം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. വിശ്വാസം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സകലത്തെയും പവിത്രീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സകലത്തെയും ശക്തിമത്കരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പ്രലോഭനങ്ങളിൽ നിന്ന് വിമോചിപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സാത്താന്റെ കൂടൽ തന്ത്രങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പ്രതികൂല സാഹചര്യങ്ങൾ അതിജീവിക്കാൻ ശക്തി നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. വചനം ഹൃദയത്തിൽ സംഗ്രഹിപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. വിശുദ്ധ കുർബാനയിൽ നിറഞ്ഞിരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. കൂദാശകളിലൂടെ ഞങ്ങളെ പൗത്രീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ജീവജലത്തിന്റെ അരുവിയായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. നിത്യജീവനിലേക്ക് എന്നെ നയിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. എന്റെ ഹൃദയത്തിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്ന സ്നേഹമേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സ്വർഗീയ താരകമേ, സ്വർഗീയ താരകമേ, ദീപ്തമായ സമുദ്ര താരമേ സ്വസ്തി. ദൈവമാതാവേ സ്വസ്തി. കന്മഷമില്ലാത്ത കന്യക, സ്വർഗീയ വിശ്രമത്തിന്റെ വാതിൽ, ഗബ്രിയേലിൽ നിന്ന് വന്ന മധുരമായ അത്ഭുതം ഉൾക്കൊണ്ട് ഞങ്ങളിൽ സമാധാനം നിറയ്ക്കുക. ഹവ്വയുടെ നാമം നീ മാറ്റി ബന്ധിതരുടെ ചങ്ങലകൾ തകർക്കുക. അന്ധർക്ക് കാഴ്ച പകരുക, ഞങ്ങളുടെ രോഗങ്ങൾ മാറ്റുക, സകല അനുഗ്രഹങ്ങളും ചൊരിയുക. ഒരമ്മയായി കൂടെയുണ്ടാവണമേ. ദൈവവചനം ഞങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ മകനായി പിറന്നു. അങ്ങയുടെ മധ്യസ്ഥതയിലൂടെ ഞങ്ങളുടെ പ്രാർത്ഥന സമർപ്പിക്കുക. മഹത്വപൂരിതയായ കന്യകെ,
ദയയുള്ളവരിൽ ദയാവാരിധേ, കന്മഷരഹിതേ, ഞങ്ങളെ സംരക്ഷിക്കുക. ശുദ്ധരും കളങ്കരഹിതരുമായി ഞങ്ങളുടെ ജീവിതങ്ങളെ കറയില്ലാതെ കാക്കുക. പാതകളെ സുരക്ഷിതമാക്കുക. ക്രിസ്തുവിൽ ഞങ്ങൾ പൂർണ്ണ സന്തോഷം കണ്ടെത്തുന്നതുവരെ. ഉന്നതങ്ങളിൽ വസിക്കുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായവന് സകല മഹത്വവും. ആമേൻ. വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ടിന്റെ യേശുവിനോടുള്ള പ്രാർത്ഥന. ഏറ്റവും സ്നേഹമുള്ള യേശുവേ, എൻ്റെ ഹൃദയത്തിൽ കവിഞ്ഞൊഴുകുന്ന കൃതജ്ഞത പ്രകാശിപ്പിക്കാൻ കാരുണ്യപൂർവ്വം അങ്ങനെ അനുവദിക്കണമേ. എന്തെന്നാൽ പരിശുദ്ധമായ അടിമത്തമെന്ന ഭക്താഭ്യാസം വഴി അങ്ങ് അവിടുത്തെ അമ്മയെ എനിക്ക് നൽകി. മാതാവിലൂടെ അങ്ങ് എന്നിലേക്ക് വർഷിച്ച കൃപാവരങ്ങൾ എത്ര അനവധിയാണ് നാഥ. അങ്ങയുടെ തിരുമുമ്പിൽ അമ്മയെത്രേ എനിക്ക് ഉറപ്പുള്ള മധ്യസ്ഥ. എൻ്റെ ഏറ്റവും ദാരുണമായ കഷ്ടതകളിൽ പരിശുദ്ധ കന്യകയാണ് എനിക്ക് ഏറ്റവും വലിയ ആശ്രയം. കഷ്ടം, ഓ എൻ്റെ ദൈവമേ, ഈ വത്സല മാതാവില്ലായിരുന്നുവെങ്കിൽ ഞാൻ വലിയ ദുർഭകനാകുമായിരുന്നു. തീർച്ചയായും ഞാൻ നശിച്ചു പോവുകയും ചെയ്തേനെ. അതെ, അവിടുത്തെ നീതിപൂർവമായ കോപം ശാന്തമാക്കാൻ മറിയം അങ്ങയുടെ സമീപത്തും മറ്റെല്ലായിടങ്ങളിലും എനിക്ക് വേണ്ടി ഉണ്ടാകണം. എന്തെന്നാൽ ഞാൻ അവിടുത്തെ ദ്രോഹിക്കുന്നു. അങ്ങയുടെ നീതിപ്രകാരം ഞാൻ അർഹിക്കുന്ന നിത്യനാശത്തിൽ നിന്ന് പരിശുദ്ധ അമ്മ എന്നെ രക്ഷിക്കട്ടെ. മറിയം അവിടുത്തെ ധ്യാനിക്കട്ടെ, അങ്ങയോട് സംസാരിക്കട്ടെ, അങ്ങയോട് പ്രാർത്ഥിക്കട്ടെ, അങ്ങയെ സമീപിക്കട്ടെ, അങ്ങയെ പ്രസാദിപ്പിക്കട്ടെ. മറിയം എൻ്റെ ആത്മാവിനെയും മറ്റുള്ളവരുടെ ആത്മാക്കളെയും രക്ഷിക്കാൻ സഹായിക്കട്ടെ. ചുരുക്കത്തിൽ ഞാൻ എപ്പോഴും അങ്ങയുടെ ദിവ്യഹിതം നിർവഹിക്കാനും അവിടുത്തെ ഉപരിമഹത്വം സാധിക്കാനും മറിയം എനിക്ക് അത്യാവശ്യമെത്രേ. അവിടുന്ന് എന്നോട് കാണിച്ച വലിയ കരുണകൾ ലോകം മുഴുവനും പോയി പ്രഘോഷിക്കാൻ എനിക്ക് കഴിയുമോ? മറിയമില്ലായിരുന്നെങ്കിൽ ഞാൻ നിത്യനാശത്തിൽ ആകുമായിരുന്നുവെന്ന് ഓരോ മനുഷ്യനും അറിഞ്ഞിരുന്നെങ്കിൽ ഇത്രയും വലിയ അനുഗ്രഹത്തിന് അർഹമായ നന്ദി പ്രകാശിപ്പിക്കാൻ എനിക്ക് സാധിക്കുമോ? മറിയം എന്നിലുണ്ട്. ഓ അക്ഷയമായ നിധിയെ, ഓ എത്ര വലിയ ആശ്വാസം! ഞാൻ പൂർണ്ണമായും അവളുടേതല്ലാതായി പോകുമോ? ഓ എത്ര വലിയ നന്ദിഹീനത! എൻ്റെ പ്രിയ രക്ഷക, ഈ അത്യാപത്തിൽ പെടുന്നതിനേക്കാൾ എന്നെ മരിപ്പിച്ചാലും. എന്തുകൊണ്ടെന്നാൽ ഞാൻ പരിപൂർണമായും മറിയത്തിൻ്റേതാകുന്നില്ലെങ്കിൽ ഞാൻ മരിക്കുകയാണ് ഭേദം. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായോടുകൂടെ കുരിശിൻ്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് 1000 പ്രാവശ്യം അവളെ എൻ്റെ അമ്മയായി സ്വീകരിക്കുകയും അത്രയും പ്രാവശ്യം തന്നെ എന്നെ അവൾക്ക് നൽകുകയും ചെയ്യുന്നു. പ്രിയ ഈശോയെ, അങ്ങ് അഭിലഷിക്കുന്ന രീതിയിൽ എൻ്റെ അർപ്പണം ഇപ്പോഴും ഞാൻ നിർവഹിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ഈ അർപ്പണം അങ്ങ് ആഗ്രഹിക്കുന്ന രീതിയിൽ നവീകരിക്കുന്നു. പ്രിയ ഈശോയെ, എൻ്റെ ആത്മാവിലോ ശരീരത്തിലോ ഈ മഹത്വമുള്ള രാജ്ഞിക്ക് അർപ്പിതമല്ലാത്തതായി എന്തെങ്കിലും കാണുന്നെങ്കിൽ അങ്ങ് അതിനെ എന്നിൽ നിന്ന് ദൂരെ അകറ്റണമേ. എന്നിൽ മറിയത്തിനുള്ളതല്ലാത്തതായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നാഥ, അത് അങ്ങേക്ക് അനുഗുണമല്ല തന്നെ. ഓ പരിശുദ്ധാത്മാവേ, ഈ അനുഗ്രഹങ്ങളെല്ലാം എനിക്ക് നൽകണമേ. എൻ്റെ ആത്മാവിൽ മറിയമാകുന്ന യഥാർത്ഥ ജീവന്റെ വൃക്ഷം അങ്ങ് നടണമേ. അതിനെ പരിപാലിച്ചു വളർത്തണമേ. അങ്ങനെ അത് വളർന്ന് പുഷ്പിച്ച് ജീവന്റെ ഫലം സമൃദ്ധമായി ഉൽപ്പാദിപ്പിക്കട്ടെ. ഓ പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വിശ്വസ്ത വധുവായ മറിയത്തോട് എനിക്ക് വലിയ ഭക്തി തരണമേ. പരിശുദ്ധ അമ്മയുടെ മാതൃഹൃദയത്തിൽ ആഴമാർന്ന വിശ്വാസം എനിക്ക് നൽകിയാലും ദിവ്യജനനിയുടെ കരുണയിൽ അഭയം തേടാൻ എന്നെ സഹായിക്കണമേ. അതുവഴി വലിയവനും ശക്തനുമായ യേശുവിൻ്റെ പൂർണ്ണതയിലേക്ക് എന്നെ വളർത്താൻ അവിടത്തേക്ക് സാധിക്കട്ടെ. ആമേൻ. യേശുനാമ ലുത്തീനിയ. കർത്താവെ കരുണ തോന്നണമേ. കർത്താവെ കരുണ തോന്നണമേ. മിശിഹായെ കരുണ തോന്നണമേ. മിശിഹായെ കരുണ തോന്നണമേ. കർത്താവെ ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. കർത്താവെ ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗസ്ഥനായ പിതാവേ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. ലോകരക്ഷകനായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. ഏകദൈവമായ പരിശുദ്ധ
പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. പിതാവിന്റെ തേജസ്സായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. നിത്യപ്രകാശത്തിന്റെ തെളിമയായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. മഹത്വത്തിന്റെ രാജാവായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. നീതി സൂര്യനായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. കന്യകാമറിയത്തിന്റെ പ്രിയസൂതനായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. ഏറ്റവും സ്നേഹനിധിയായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. ഏറ്റവും ആരാധ്യനായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. ശക്തനായ ദൈവമായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. വരാനിരിക്കുന്ന ലോകത്തിന്റെ പിതാവായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. സതുപദേശത്തിന്റെ ദൂതനായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. സർവശക്തനായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. ഏറ്റവും ക്ഷമയുള്ള ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. ഏറ്റവും അനുസരണമുള്ള ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. ശാന്തശീലനും വിനീത ഹൃദയനുമായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. ശുദ്ധതയെ സ്നേഹിക്കുന്ന ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. സമാധാനത്തിന്റെ ദൈവമായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. ജീവദാതാവായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. പുണ്യങ്ങളുടെ മാതൃകയായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. ആത്മാക്കളെ സ്നേഹിക്കുന്ന ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. ഞങ്ങളുടെ ദൈവമായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. ഞങ്ങളുടെ അഭയകേന്ദ്രമായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. പാവങ്ങളുടെ പിതാവായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. വിശ്വാസികളുടെ നിധിയായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. നല്ലിടയനായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. യഥാർത്ഥ പ്രകാശമായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. നിത്യജ്ഞാനമായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. അനന്ത നന്മയായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. ഞങ്ങളുടെ ജീവനും മാർഗവുമായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. മാലാഖമാരുടെ ആനന്ദമായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. പൂർവ്വപിതാക്കന്മാരുടെ രാജാവായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. അപ്പസ്തോലന്മാരുടെ ഗുരുവായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. സുവിശേഷകന്മാരുടെ അധ്യാപകനായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. രക്തസാക്ഷികളുടെ ധൈര്യമായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. വേദപാരംഗതരുടെ പ്രകാശമായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. കന്യകളുടെ ശുദ്ധയായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. സകല വിശുദ്ധരുടെയും കിരീടമായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. ഓ കരുണയുള്ള ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. ഓ ഈശോയെ, കരുണയോടെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സകല തിന്മകളിൽ നിന്നും ഈശോയെ ഞങ്ങളെ മോചിപ്പിക്കണമേ. സകല പാപങ്ങളിൽ നിന്നും ഈശോയെ ഞങ്ങളെ മോചിപ്പിക്കണമേ. അങ്ങയുടെ ക്രോധത്തിൽ നിന്നും ഈശോയെ ഞങ്ങളെ മോചിപ്പിക്കണമേ. പിശാചിന്റെ കെണികളിൽ നിന്നും ഈശോയെ ഞങ്ങളെ മോചിപ്പിക്കണമേ. ജഡമോഹങ്ങളിൽ നിന്നും ഈശോയെ ഞങ്ങളെ മോചിപ്പിക്കണമേ. നിത്യമരണത്തിൽ നിന്നും ഈശോയെ ഞങ്ങളെ മോചിപ്പിക്കണമേ. അങ്ങയുടെ പ്രചോദനങ്ങളെ നിരാകരിക്കുന്നതിൽ നിന്നും ഈശോയെ ഞങ്ങളെ മോചിപ്പിക്കണമേ. അങ്ങയുടെ മനുഷ്യാവതാര രഹസ്യത്തിലൂടെ ഈശോയെ ഞങ്ങളെ മോചിപ്പിക്കണമേ. അങ്ങയുടെ ജനനത്തിലൂടെ ഈശോയെ ഞങ്ങളെ മോചിപ്പിക്കണമേ. അങ്ങയുടെ ശൈശവത്തിലൂടെ ഈശോയെ ഞങ്ങളെ മോചിപ്പിക്കണമേ. അങ്ങയുടെ ദൈവിക ജീവിതത്തിലൂടെ ഈശോയെ ഞങ്ങളെ മോചിപ്പിക്കണമേ. അങ്ങയുടെ വേദനകളിലൂടെ ഈശോയെ ഞങ്ങളെ മോചിപ്പിക്കണമേ. അങ്ങയുടെ പീഡാസഹനത്തിലൂടെ ഈശോയെ ഞങ്ങളെ മോചിപ്പിക്കണമേ. അങ്ങയുടെ കുരിശിലൂടെ ഈശോയെ ഞങ്ങളെ മോചിപ്പിക്കണമേ. അങ്ങയുടെ സഹനത്തിലൂടെ ഈശോയെ ഞങ്ങളെ മോചിപ്പിക്കണമേ. അങ്ങയുടെ മരണത്തിലൂടെ ഈശോയെ ഞങ്ങളെ മോചിപ്പിക്കണമേ. അങ്ങയുടെ സംസ്കാരത്തിലൂടെ ഈശോയെ ഞങ്ങളെ മോചിപ്പിക്കണമേ. അങ്ങയുടെ ഉത്ഥാനത്തിലൂടെ ഈശോയെ ഞങ്ങളെ മോചിപ്പിക്കണമേ. അങ്ങയുടെ സ്വർഗാരോഹണത്തിലൂടെ ഈശോയെ ഞങ്ങളെ മോചിപ്പിക്കണമേ. അങ്ങയുടെ ദിവ്യകാരുണ്യ സ്ഥാപനത്തിലൂടെ ഈശോയെ ഞങ്ങളെ മോചിപ്പിക്കണമേ. അങ്ങയുടെ സകല ആനന്ദത്തിലൂടെയും ഈശോയെ ഞങ്ങളെ മോചിപ്പിക്കണമേ. അങ്ങയുടെ മഹത്വത്തിലൂടെ ഈശോയെ ഞങ്ങളെ മോചിപ്പിക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെ, ഞങ്ങളെ രക്ഷിക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഈശോയെ തോന്നി ഞങ്ങളുടെ അർത്ഥനകൾ സ്വീകരിക്കണമേ. ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കും നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും എന്നരുളി ചെയ്ത ഈശോയെ, ചോദിക്കുന്ന ഞങ്ങൾക്ക് അങ്ങയുടെ ദിവ്യ സ്നേഹമെന്ന ദാനം നൽകിയാലും അങ്ങനെ സകല പ്രവൃത്തികളിലും വാക്കുകളിലും ഒരിക്കലും അവസാനിക്കാതെ നിത്യതയോളം പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കട്ടെ. അങ്ങയുടെ പരിശുദ്ധ നാമത്തോടുള്ള നിത്യമായ സ്നേഹവും ഭയവും ഞങ്ങൾക്ക് നൽകിയാലും അങ്ങയുടെ സ്നേഹവും നിലനിൽക്കുന്നതുവരെ നയിക്കുന്നതിലും പരിപാലിക്കുന്നതിലും ഒരിക്കലും അവിടുന്ന് വീഴ്ച വരുത്തുന്നില്ല. നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയുടെ നാമത്തിൽ ആമേൻ.